ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആറൂസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൺ. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ പരിചയപ്പെടാൻ പോവുകയാണ്. അത് കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ, ക്രാഫ്റ്റ് വീഡിയോ ആണ്. ക്രാഫ്റ്റ് എന്ന് പറയാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കസവ് മുണ്ട് വെച്ചിട്ട്, നമ്മൾ മോൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഈ കസവ് മുണ്ട്. അപ്പം ഈ കസവ് മുണ്ട് വെച്ചിട്ട് ഒരു കുഞ്ഞുടുപ്പ് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഈ കുഞ്ഞ് കസവ് മുണ്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത്രയും വലുപ്പം ഉണ്ടാവും ഈ ഒരു മുണ്ടിന്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു കസവൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോൾഡൻ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ അടിഭാഗത്ത് കസവും ഈ കസവും നേരെ വരുന്ന തരത്തിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. അതിന് തൊട്ട് മുകളിൽ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ വെച്ചിട്ട് വെട്ടി കൊടുക്കാം. കൈകൊണ്ട് വരച്ചാൽ മതി, നേരെ ഒരു വര വരയ്ക്കണം. അപ്പം ഞാൻ ഇതും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മോളുടെ ഒരു അളവ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെ ഒരു അളവ് ഡ്രസ്സ് എടുക്കുക. അപ്പം നമ്മൾ ഈ കൈയിൻ്റെ ഈ ഒരു ഭാഗമില്ലേ, ഈ കുഴിഞ്ഞ ഈ ഒരു ഭാഗം, ഈ കസവ് വരേണ്ടത് ഇവിടെയാണ്. അപ്പം നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ഈ കൈക്കുഴിയുടെ ഈ ഭാഗം നമുക്ക് ഈ ഗോൾഡനിലേക്ക് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത്രയും ഭാഗത്തേക്കാണ് നമുക്കിനി ക്ലോത്ത് വേണ്ടത്. അപ്പം ഇവിടെ വെച്ചിട്ട് നമുക്കൊരു മാർക്ക് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടെ താത്തി കൊടുക്കാം. നിങ്ങൾക്ക് മക്കളൊക്കെ പെട്ടെന്ന് തന്നെ വലുതായി വരുമല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുന്ന പാകത്തിന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷൻ അല്ലാതെ കുറച്ച് ഇതും വിട്ടിട്ട് ഇവിടെ വെട്ടിക്കൊടുക്കാം. ഈ ഭാഗത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തിൻ്റെ അളവ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് കറക്റ്റ് തന്നെ സൈസ് മതി, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ അത് തന്നെ ഇങ്ങനെ കൂടെ വരച്ചു കൊടുക്കാം. അതേപോലെ ഈ ഭാഗത്തും വരയ്ക്കാം. ഇവിടുന്ന് എത്ര സ്ഥലം ഇവിടെ വിട്ടിട്ടുണ്ട് നോക്കിയിട്ട് അതുപോലെ തന്നെ കറക്റ്റ് എടുത്തിട്ട് ഇവിടെ ഇടാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കാം. അതിനുശേഷം ഇവിടെ തൊട്ട് നമ്മൾ ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ട് ഈ ഒരു എത്ര ഗ്യാപ്പ് എടുത്തിട്ടുണ്ടോ അത്രയും ഗ്യാപ്പ് ഒഴിച്ചിട്ട് നമുക്ക് ഇവിടെയും കട്ട് ചെയ്യാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതും നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗമാണ്. അതിനെ കുറച്ചുകൂടെ വിട്ടിട്ട് കട്ട് ചെയ്യാം, കുഴപ്പമില്ല. നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കാം. ഈ ഒരു വരയിൽ കൂടെ നമുക്കിത് വെട്ടിയെടുക്കാം. ആ ലൈനിലൂടെ വെട്ടുന്നില്ല, കുറച്ചുകൂടെ വിട്ടിട്ട് താഴേക്കാണ് വെട്ടുന്നത്. നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അളവ് കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇട്ടേക്കാം. ഒരിത്തിരി വേണമെങ്കിൽ ഇട്ടേക്കാം. ഈ ഭാഗം അതുപോലെ തന്നെ വിട്ടാം. അപ്പം നമ്മൾ ഡ്രസ്സിൻ്റെ ടോപ്പ് പോർഷനാണിത്. അപ്പം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി താഴെയുള്ള ഭാഗം ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇത് രണ്ട് പീസാക്കിയിട്ട് മാറ്റാം. ഇത് ഫുള്ളായിട്ട് നമുക്ക് ചുരുക്കിട്ടിട്ട് അടിച്ചെടുക്കാം. ഡ്രസ്സ് അടിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ ഭാഗത്ത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ചെറിയ കട്ടിങ്ങേ ഉള്ളൂ. ഇങ്ങനെ ഒരു പീസ് ടോപ്പ് പോർഷനും ഇത് ബോട്ടം പോർഷനും ആണ്. അപ്പം നമ്മളിത് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിതിപ്പോൾ നേരത്തെ ടോപ്പ് പോർഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്കിവിടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം.
ഇത് മുഴുവനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുക്കാം. ഇത്ര തിന്നായിട്ട് അടിച്ച് എടുക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ വെച്ച് അടിച്ചെടുക്കാം. രണ്ട് ഭാഗവും ഇങ്ങനെ ചെറിയൊരു ഇതായിട്ട് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഭാഗത്തും രണ്ടാമത്തെ സൈഡിലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് അളവെടുത്താലും മതി. ഈ ലൈനിൽ കൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇവിടെ വരെ മതി. ഇനി നമുക്ക് ഈ ഒരു ലൈനില്ലേ, ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് ലെങ്ത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ജസ്റ്റ് വരച്ചെന്നേ ഉള്ളൂ, വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിങ്ങനെ മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. 2 മടക്കായിട്ട് അടിക്കാം. ഇപ്പം നമ്മൾ ഈ താഴത്തെ ഭാഗവും ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം കുറച്ചുകൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അത് യോജിപ്പിച്ച് കൊടുക്കാം. 2 സൈഡിലും ഈ ഭാഗം യോജിപ്പിക്കാനുള്ളത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇപ്പം നമ്മൾ കുഞ്ഞുടുപ്പിൻ്റെ ടോപ്പ് പോർഷൻ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ സൈഡിൽ നിന്നും മുറിച്ച് വെച്ചിട്ടുള്ള ഗോൾഡൻ പീസ് ആയിരുന്നു. അപ്പം ഈ ഒരു ഗോൾഡൻ കളർ നമുക്കിപ്പോൾ ഇവിടെ വേണ്ട. അതുകൊണ്ട് ഇത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 തുണി, ഇത് ബോട്ടത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. താഴെയുള്ള ഭാഗം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണിത്. അതിൻ്റെ മേലെ നമുക്ക് ഈ കസവ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്കിങ്ങനെ വെച്ചിട്ട് 2ഉം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ഏതെങ്കിലും താഴെയുള്ള ഈ ഭാഗത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഗോൾഡൻ ഇവിടെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യാം. നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഇങ്ങനെ ഈ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് മതി. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഏകദേശം അതൊന്ന് അവിടെ നിന്നോളും. അതിനുശേഷം ഈ ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത്തിരി വെള്ളം കാണുന്ന തരത്തിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കഷ്ണം കൂടെ അങ്ങനെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ 2 പീസും ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ടോപ്പ് ഭാഗമല്ലേ അവിടെ അതുമായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്യാം. ഞൊറി ഇട്ടിട്ടാണ് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് എടുക്കണം. ജസ്റ്റ് ഇങ്ങനെ മടക്കിയാൽ മതിയല്ലോ. മടക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഈ സൈഡിൽ മാർക്ക് ചെയ്യാം, എല്ലായിടത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെയും സെൻറ്റർ നമുക്കെടുക്കാം. ഇവിടെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ നല്ല ഭാഗം തന്നെ, മീൻസ് ഈ ഒരു കസവ് നന്നായി കാണുന്ന ഭാഗം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ടിൻ്റെയും അറ്റത്തോടെ ഒന്ന് ജോയിൻ്റ് ചെയ്തേക്കാം. നമുക്കിങ്ങനെ പിടിച്ചിട്ട് ജോയിൻ്റ് ചെയ്യാം. താഴെ ഭാഗം എന്തായാലും കറക്റ്റായിട്ട് വരണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ജോയിൻ്റ് ചെയ്യാം. നമ്മൾ ഇതിങ്ങനെ വെച്ചേക്കാം. ഇതിങ്ങനെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് നമുക്കിങ്ങനെ വെക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സ്റ്റിച്ച് വരുന്നില്ലേ, ഇതും കൂടെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. കറക്റ്റാക്കിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഞൊറി ഇട്ട് കൊടുക്കണം. ഞൊറി ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ സെൻറ്റർ ഭാഗത്തൊരു അടയാളം ഇട്ടിട്ടില്ലേ, ഈ അടയാളം വരെയാണ് ഇതിങ്ങനെ ഞൊറി ഇട്ടിട്ട് എത്തിക്കേണ്ടത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളൊരു 2-3 ഞൊറി ഇടുമ്പോഴത്തേക്ക് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഇതും കറക്റ്റായിട്ട് യോജിച്ച് തന്നെ നിൽക്കണം. അപ്പോഴേ നമുക്ക് ഈ ഞൊറികളൊക്കെ കറക്റ്റായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ 2-3 എണ്ണം ഇടാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പേ ഉള്ളൂ. നമുക്കതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്ക് ഇവിടെ ഒന്ന് യോജിച്ച് വെപ്പിച്ചതിന് ശേഷം ഞൊറി വയ്ക്കാം. അതാവും കൂടുതൽ സൗകര്യപ്രദം. ഒരു ഞൊറി ഇവിടെ കിട്ടും, പിന്നെ ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. ഇത്ര ഞൊറി നമുക്കിതിൽ കിട്ടുള്ളൂ. ഇത് കുഞ്ഞു മുണ്ടല്ലേ, അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഞൊറികൾ കിട്ടുന്നത്. അടുത്ത ഞൊറി നമുക്ക് ഈ ഒരു അടയാളത്തിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഞൊറി മുഴുവൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇത് നമ്മളെ കുഞ്ഞുടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു പണി കൂടെ ഉണ്ട്. ഒരുപാട് ഞൊറി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഇപ്പം ഞൊറി കുറവായതുകൊണ്ടാണ് ഒരുപാടൊരു ഇത് തോന്നാത്തത് നിങ്ങൾക്ക്. ചെറിയൊരു പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കയറ് വെച്ച് കൊടുക്കണം. ഇങ്ങനെ കാണുന്ന നൂലൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു കയറാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഈ ഒരു ടോപ്പ് ഭാഗമില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. ആ 2 പീസാണിത്. അപ്പം ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ കയറ് കൂടെ അടിച്ചെടുക്കാം. അതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ മടക്കി അടിക്കുന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ഇതും കൂടെ അടിച്ചെടുക്കാം.
ഇപ്പം നമ്മൾ ഇത് രണ്ടും അടിച്ച് ഇങ്ങനെ ഒരു കയറാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കയറിൻ്റെയും അറ്റത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ ഗോൾഡൻ വെച്ചിട്ടൊരു ത്രികോണം ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ചെറിയൊരു വൈറ്റ് കളറിൽ മതി. ബാക്കി നമുക്ക് ഫുള്ള് ഗോൾഡൻ തന്നെ വെച്ചിട്ടാണ് നമ്മളങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിങ്ങനെ തിരിച്ച് പിടിക്കാം. നല്ല ഭാഗത്ത് ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇവിടെ ഒരു ത്രികോണം പോലത്തെ ഷേപ്പിൽ നമുക്കിത് അടിച്ചെടുക്കാം. അറ്റം വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് വരണം, അല്ലെങ്കിൽ നമുക്കിത് തിരിച്ചിടാനുള്ളതാണ്. ശേഷം നമുക്കിത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ആക്കി പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു അറ്റത്ത് ഇത് ജോയിൻ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഗോൾഡൻ കളറിൽ ത്രികോണങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ത്രികോണം എന്നല്ല ഇതിന് പേരുണ്ടാവും, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ അടിച്ചു വെച്ചു. ഈ കയറ് നമുക്കിനി നമ്മൾ ഈ കുഞ്ഞുടുപ്പിൻ്റെ മേലെ വെച്ചിട്ട് അടിക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഏകദേശം കഴുത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഒന്നിവിടെ വയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടോ അതേ ഡിസ്റ്റൻസ് ഇവിടെ എടുത്തിട്ട് മറ്റേ കയറെടുത്തിട്ട് നമുക്ക് എവിടെയും കൂടെ വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളെ കുഞ്ഞുടുപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിത് തുന്നി വെച്ചിട്ടുണ്ട് ഈ കയറ്. അതിനുശേഷം ഇത് ഇവിടെ കഴുത്ത് വരും. പിന്നെ നമുക്ക് കഴുത്തിൻ്റെ ബാക്കിൽ ഇതിങ്ങനെ കെട്ടിക്കൊടുക്കും. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കുഞ്ഞുടുപ്പ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഈ ഉടുപ്പിന് ചെറിയൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഗോൾഡൻ മുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾഡൻ ഫ്ലവർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൈകൊണ്ട് തുന്നി എടുത്തിട്ടുള്ളതാണ്. ഇത് കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് പോലെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം ഷെയർ ചെയ്യാത്തത്. അതുകൊണ്ട് ഞാനിതിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കുഞ്ഞുടുപ്പ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് മോക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.